ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ശുശ്രൂഷിക്കാനായി കടന്നു വന്ന ഈശോയുടെ രക്ഷാകര ചരിത്രത്തെ അനുസ്മരിക്കുന്ന ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ തിരുവചനത്തോട് ചേർത്ത് ഒന്ന് വിചിന്തനം ചെയ്യാം. അതെ, അനേകരെ ശുശ്രൂഷിക്കാനായി നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനാദിയിലെ ഒരുക്കി വച്ചിരിക്കുന്നു. പ്രാർത്ഥനയോടെയും ദൈവവചന അനുസ്മരണത്തോടും കൂടെ നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹങ്ങൾ നിറയുന്നത് നമുക്ക് ദർശിക്കാൻ സാധിക്കും. ചുറ്റുമുള്ളവരിലും നമ്മോടൊപ്പം ആയിരിക്കുന്നവരിലേക്കും ദൈവവചനം പകർന്നും നമ്മുടെ ജീവിത മാതൃകയിലൂടെ അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു നിന്ന് ശുശ്രൂഷാ മനോഭാവത്തോടെ എളിമയോടും കൂടി വർദ്ധിക്കുമ്പോഴാണ് ഈ നോമ്പ് കാലത്തിൻ്റെ പുണ്യം നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. അതെ, അനേകരെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ ദൈവഹിതത്തിന് വേണ്ടി, ദൈവവചന പൂർത്തീകരണത്തിന് വേണ്ടി യത്നിക്കാൻ നമുക്കും ഈ നോമ്പ് കാലത്ത് സാധിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.